ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ പത്രമാറ്റ് പറഞ്ഞ 11/4/2025 കഥ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നയന അങ്ങനെ മുടി ഇരുന്ന് ചീകി ഇങ്ങനെ വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തോർത്തിയൊക്കെ റെഡിയാക്കുമ്പോൾ നവ്യ വന്നിട്ട് പറയുക, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് നോക്കും എന്ന് പറയും. അപ്പോൾ ആര് എന്ന് നോക്കും, ആദർശേട്ടനെ അറിയുമോ? ആദർശേട്ടനാണെങ്കിൽ ഞാൻ പറയില്ല, അതൊന്നുമല്ല, വേറൊരാളാണ് അറിയും. ആരേച്ചി പറ എന്നറിയും. അപ്പോൾ പറയും, എടി നിൻ്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട് അറിയും. അതേ ഓർമ്മ അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ച് നിൽക്കണേ. അപ്പോൾ അറിയും, നീ എന്താ ഞെട്ടാത്തത്? മറ്റത് അമ്മായിയമ്മ വന്നു എന്ന് പറയുമ്പോൾ അമ്മായിയമ്മയുടെ കാര്യം പറയുമ്പോൾ നീ ഞെട്ടുന്നുള്ളത്, നിനക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ എന്നറിയും. അപ്പോൾ പറയും, അതല്ല, അമ്മ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ആകൊരു അല്ലാത്തൊരു ആകാംക്ഷയാണ്. അപ്പോൾ അവിടെ ഭയങ്കര ചർച്ച. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ കൂട്ടടി ഉണ്ടാവും, ഭയങ്കര ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും നമ്മുടെ വീട്ടിൽ എന്നൊക്കെ അങ്ങനെ പറയുക. അതെന്താ ചേച്ചി ചോദിക്കും, നിന്നെ കൊണ്ടുപോകാനാണ് വന്നത് എന്നൊക്കെ തന്നെ പറയും കേട്ടോ. എന്തായാലും ഇന്ന് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ. നീ വാങ്ങെടുപ്പാന്ന് പറയും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പിന്നെ ദേവയാനി ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയറിലിരിക്കുക. അപ്പോൾ പറയും, നിങ്ങളെന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾ ഞാൻ പിന്നെ എൻ്റെ മരുമകളെ കൊണ്ടുപോകാനല്ലേ വന്ന്, അവളുടെ ഭർത്താവല്ലേ ആദർശ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത് പറയുമ്പോൾ, ഞാൻ കൊണ്ടുപോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഞങ്ങൾക്ക് മടുത്തു. എത്ര കാലമായി ഞങ്ങൾ ഈ കാണുന്നു അവളെ, ഒരു ദിവസം നിങ്ങളവളെ സ്നേഹിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമല്ലേ, ഞങ്ങൾക്ക് വിഷമാണ് അങ്ങോട്ട് വിളിക്കാൻ. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ ഞങ്ങളങ്ങോട്ട് വിടാത്തത്, അവളിവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയും. അതെങ്ങനെ ശരിയാവും? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയനി നവ്യയും കൂടി അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ നയനേനെയും നവ്യേനെയും കാണുമ്പോൾ പറയും, ആരും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവളെ കൊണ്ടുപോകും വിടുന്നു പറയും. അപ്പോൾ നടക്കില്ല അറിയും, അത് ശരിയാവില്ല അറിയും. ഇനി ഞങ്ങളെ മോളെ അവിടെ ഇട്ടിട്ട് പിന്നെ പന്ത് തട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കണ്ട് ഞങ്ങൾക്ക് മടുത്തു എന്നൊക്കെ പറയും. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ ചോദിക്കും ഗോവിന്ദൻ. അപ്പോൾ പറയും, എന്തൊക്കെ പറഞ്ഞാലും ആദർശിൻ്റെ ഭാര്യയാണ്, എൻ്റെ മോൻ്റെ ഭാര്യയാണ്, അവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്നറിയും. അപ്പോഴേക്കും നമ്മളെ കനക വന്നിട്ട് പിന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കാൻ. അപ്പോൾ പറയാം, അതൊക്കെ ശരി തന്നെ, ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ മേലാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കും ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് വരില്ല, ഞങ്ങൾക്ക് കാണും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും ഗോവിന്ദൻ. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, വാശിയല്ല, ഞങ്ങളുടെ വിഷമാണത് എന്നൊക്കെ ഇങ്ങനെ പറയും. മക്കൾ നന്നായി ജീവിക്കുന്നത് കാണുന്നത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം. പക്ഷേ അതല്ലല്ലോ ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ എത്ര നാളായി ഇത് കാണണു എന്നൊക്കെ ഇങ്ങനെ പറയണം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിവളെ കൊണ്ടുപോകും എന്നൊക്കെ പറയും. കൊണ്ടുപോയിക്കോളൂ, ആദർശിനോടും ഞങ്ങൾ അതന്നെ പറഞ്ഞത്, കൊണ്ടുപോയിക്കോളൂ, കൊണ്ടുപോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷേ പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ടും വരില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇനിയിപ്പോൾ മോൾക്ക് വല്ല വിശേഷം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളാരും അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയും. അപ്പോൾ നയനങ്ങനെ ആകെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുക, കരയുകയാണ്. അപ്പോൾ പറയും, പിന്നെ നിനക്ക് പോയിക്കോ മോളെ, അതിന് വിരോധമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, വിടുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, മോള് പോയിക്കോ, മോളെ അമ്മായിയമ്മയല്ലേ വന്ന് വിളിക്കുന്നത്, പോയിക്കോ, പക്ഷേ പിന്നെ ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളാരും അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയും. അപ്പോൾ നന്ദുവിനൊരു ചിരിയുണ്ട്, നന്ദു ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. നവ്യ അന്തം വിട്ട് നിൽക്കുക, എന്താണ് ഇപ്പോൾ ഈ സംഭവിക്കുന്നതെന്ന് അറിയാതെ. അതിൽ പറയും, നമ്മളെ നന്ദു പറയും, പിന്നെ കരൾ തന്ന പെൺകുട്ടീനെ പിന്നെ ആണ് ഇതിൽ മെച്ചം, ഇതിനെക്കാട്ടും നല്ലത് ആ കരൾ തന്ന പെൺകുട്ടിയാണെന്ന് ആൻറ്റി പറഞ്ഞതല്ലേ, പിന്നെ ആ കുട്ടിയായിരുന്നു പിന്നെ നയനേച്ചിനെക്കാട്ടിലും എത്രയും നല്ലത്, നന്മ നിറഞ്ഞ കുട്ടിയാണെന്നൊക്കെ ആൻറ്റി പറഞ്ഞതല്ലേ. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാം. അപ്പോൾ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ നയനേനെ തള്ളിയിട്ട് നിങ്ങൾ അവരെ കൊണ്ടുവരില്ലായിരുന്നോ ഇതൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നയനയുടെ സ്ഥാനത്ത് ആ കുട്ടിയാവില്ലായിരുന്നോ, അപ്പോൾ നിങ്ങൾ ഇവളെ തള്ളിക്കളയും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, അപ്പോഴേക്കും നമ്മുടെ ദേവയാനിക്ക് ഫുൾ കൺട്രോളും പോകും, ആകെ സങ്കടപ്പെട്ട് കരച്ചിലിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിടാത്തതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദൻ കുറച്ച് ശബ്ദം എടുത്തിട്ടൊക്കെ സംസാരിക്കും, പറ്റില്ല, വരാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഭയങ്കര വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവസാനം പറയും, കരൾ തന്ന പെൺകുട്ടിയെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്താണ്, എൻ്റെ മോള് ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കുക, എൻ്റെ മോളാണ്, എൻ്റെ മരുമോളല്ല, എൻ്റെ മോളാണ്, അച്ഛനും അമ്മയ്ക്കും ആദർശനും അതുപോലെ എനിക്കും എന്ന് പറയും, എനിക്കും എൻ്റെ മോളില്ലാണ്ട് പറ്റില്ല, ഒരു പക്ഷേ ആദർശനെക്കാട്ടിലും കൂടുതൽ ഞാൻ എൻ്റെ മോളെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എങ്ങനെ ഇവിടെ കളയുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാണ്. അപ്പോൾ
അപ്പോഴേക്കും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി പറയും, അതെ, എനിക്ക് എൻ്റെ മോളാണ് കരൾ തന്നെന്നുള്ളത് എനിക്ക് ഞാൻ അറിഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ മോളാണ് എനിക്കെല്ലാം. മോളില്ലാണ്ട് എനിക്ക് ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. മോളില്ലാണ്ട് ആ വീട് ഉറങ്ങിയ പോലെയാണ് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ നവ്യയ്ക്ക് മാത്രമാണ് ഇത് പുതിയ അറിവ്, മറ്റവർക്കൊക്കെ പിന്നെ അറിയാലോ. നവ്യ ഇങ്ങനെ വായും പൊളിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇവർ തമ്മിൽ സ്നേഹിച്ചത് നവ്യയ്ക്ക് അറിയില്ല, മറ്റവർക്കൊക്കെ അറിയാം. അപ്പോൾ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു, നിങ്ങളെ ഒരു പ്രാവശ്യം എനിക്ക് മോളെ വേണം, ഞാൻ മോളെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പറയും, ഞങ്ങൾക്കറിയായിരുന്നു ഇതിങ്ങനെ തന്നെ ഇവിടെ അവസാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. കാരണം ഞാനൊരു പ്രാവശ്യം പ്രായശ്ചിത്തക്കാവിൽ വെച്ചിട്ട് നിങ്ങളെ രണ്ടാളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾ അമ്മായിയമ്മ മരുമകളെ തലയിൽ പൂ ചൂടി കൊടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാത്തത്? അത് പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് 7ാം മാസത്തിൽ നവ്യയെ വിളിക്കാൻ വന്ന കൂട്ടത്തിൽ നയനിനെ ഞാൻ വിളിച്ചും കൊണ്ട് വന്നത് എന്നിങ്ങനെ കനക പറയട്ടോ. അപ്പോഴാണ് ദേവയാനി പിന്നെ നയനി മുഖത്തോട് മുഖം നോക്കുക. പറയും, എപ്പോൾ തൊട്ടിട്ടാണ് നിങ്ങളിങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്ന് പറയും. അപ്പം നയന പറയും, നവ്യ ചോദിക്കാതെ എപ്പോൾ തൊട്ടിട്ടാണ് നിങ്ങളിങ്ങനെ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയത്, നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ, അത് ചേച്ചി പിന്നെ ഇത് മറ്റെന്താ പറയുക, ഫസ്റ്റിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നുള്ളത് സംശയമായിരുന്നു. അന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയില്ലേ, ആ അവാർഡ് പിന്നെ എന്താണ് അമ്മയാണ് സംഘടിപ്പിച്ചത് ആ അവാർഡ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ വാശി പിടിച്ചിട്ടാണ് അന്ന് അമ്മയെ കൊണ്ടുപോയത്. അമ്മയാണ് എനിക്കന്ന് അവാർഡ് തന്നത്. ഞാൻ അന്ന് അവിടെ ആ സ്റ്റേജിൽ വെച്ചിട്ട് ആണ് പറഞ്ഞത്, ഇങ്ങനെ അമ്മയെ എന്നെ സ്നേഹിച്ച് തുടങ്ങിയ വിവരമൊക്കെ ഞാൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു. അന്ന് മുതലാണ് ഞങ്ങളിങ്ങനെ കൂട്ടായതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും, ഞങ്ങൾക്ക് പിന്നെ സന്തോഷമേ ഉള്ളൂ അതിൽ. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കാത്തിട്ട് യാതൊരു ഇതും ഇല്ലെങ്കിൽ മോളെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടാക്കുമായിരുന്നു, അല്ലെങ്കിൽ ആദർശ് മോനെ വിളിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയാൻ വിളിക്കുമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവർക്ക് പറഞ്ഞു, എന്തായാലും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. അപ്പോൾ പറയും, എനിക്ക് എൻ്റെ മോളില്ലാണ്ട് ഇനി അവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആദർശില്ലാണ്ട് ഞാൻ ജീവിക്കും, പക്ഷേ മോളില്ലാണ്ട് പറ്റില്ല, അങ്ങോട്ട് മോളെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിൽ എല്ലാവരും കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ കുറച്ച് നേരം മോളോട് സംസാരിക്കാം. അപ്പോൾ ഒരു അമ്മായിമ്മയും മരോളും കെട്ടിപ്പിടിക്കണു, കരയണു, ഒന്നും പറയണ്ട, ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. അവിടുന്ന് ശരി ഞാനെന്നാ വാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ റൂമിലേക്ക് പോകട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കനകയും ദേവയാനൊക്കെ പരസ്പരം കെട്ടിപ്പിടിക്കണു, സന്തോഷം പങ്കുവെക്കണു എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല, അത്രയും സന്തോഷം. പറയും, ഞങ്ങൾക്ക് സന്തോഷമായി, ഇനി മോളെ ഇങ്ങോട്ട് പറഞ്ഞേക്കൊന്നും വേണ്ട, അവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ റൂമിലേക്ക് പോകണം കേട്ടോ. കനകയും ദേവയാനിയും നയനയും കൂടെ. അത് കഴിഞ്ഞ് ഇവിടെ അനന്തപുരിയിൽ ഭയങ്കര ചർച്ചയും, മുത്തശ്ശനും മുത്തശ്ശിയും അതേപോലെ ആദർശും ജയനൊക്കെ കൂടെ ഇരുന്നിട്ട് പറയും, നിങ്ങൾ തമ്മിൽ വല്ല പിണക്കമുണ്ടോ മോനെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ ആദർശിനോട്. പറയും, ഇല്ല മുത്തശ്ശൻ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രശ്നം മുഴുവൻ അമ്മയായിട്ടാണ്. അമ്മ അവർ വന്നപ്പോൾ നയനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയും. ദേവയുടെ സ്വഭാവം മാറ്റേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോഴേക്കും ജയനും വരും. നിൻ്റെ അഭിപ്രായം എന്താ, നമുക്ക് ദേവയാനിയോട് മോളാണ് കരൾ തന്നെന്നുള്ളത് പറഞ്ഞാലോ എന്നൊക്കെ പറയാൻ വെച്ചാൽ, പക്ഷെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വെറുക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, നമുക്കെല്ലാവർക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അല്ലാണ്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, മോൻ പോയി വിളിച്ചിട്ടും കൂടെ അവർ വിട്ടില്ലല്ലോ, അവർക്കും വിഷമമുണ്ടാവും, അവരെ കുറ്റം പറയാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും അമ്പലത്തിലേക്ക് പോയതാണെന്ന് ഇപ്പോൾ രാവിലെ, എങ്ങോട്ട് പോയതാണോ എന്തോ അറിയില്ല, അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയണതെന്ന് അറിയും. എന്തായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, കൊണ്ടുവരണം നമുക്ക് മോളെ. പോയിട്ട് ഇല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ഞാൻ പോയി കുട്ടിയും കൊണ്ട് വരും, ഞാനും അമ്മയുടെ മുത്തശ്ശിയും കൂടെ പോയിട്ട് അത് മോളെ കുട്ടിയും കൊണ്ട് വരും. കാരണം രാവിലെ മോള് ഒരു കപ്പ് എഴുന്നേൽക്കുമ്പോൾ മോളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുന്നത് തന്നെ ഒരു ഐശ്വര്യം. ഇപ്പോൾ മോളില്ലാത്തതുകൊണ്ട് അത് ഭയങ്കര വിഷമമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശിയും പറയും, ശരിയാ, അത് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ടു, എന്താണ് ദേവയാനി നയനമോളുടെ തല തോർത്തി കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറയും മുത്തശ്ശി. തമ്മിലുള്ള പിണക്കൊക്കെ മാറിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നുമല്ല, മോള് പറഞ്ഞു,
എന്താണ് ഇത് തല തോർത്തി കൊടുക്കുകയാണെങ്കിലും മരുമകളുടെ ചെവി കടിച്ച് പറക്കിയായിരുന്നു അത്രേ. കാരണം തലയിൽ വെള്ളം നിർത്തിയിട്ട് ഇനി പനി പിടിച്ച് മോളെ വീട്ടിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ആദർശ് മോന് പ്രശ്നമാവില്ലേ, അപ്പോൾ അതും ചീത്തയും പറഞ്ഞുകൊണ്ടാണ് തല തോർത്തി കൊടുത്തിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ആദർശനൊക്കെ അതൊക്കെ പുതിയ അറിവാണ് കേട്ടോ. അപ്പോൾ പറയും എന്ത് വന്നാലും അവർ തമ്മിൽ പരസ്പരം സ്നേഹിച്ചാൽ മതി, ഇനിയിപ്പോൾ അവർ തമ്മിൽ സ്നേഹിക്കാൻ നമുക്ക് കരൾ കൊടുത്ത കാര്യം പറയേണ്ടി വരും, അല്ലാണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കത് പറയാമെന്നറിയാം. അപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊക്കെ വെറുപ്പാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ. അപ്പോൾ പറയും വെറുക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശി എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ബാക്കിയുള്ളവരിങ്ങനെ ചർച്ചയിലാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ദേവയാനി പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് പോയതെന്ന് അറിയില്ലല്ലോ, പോയിട്ട് അമ്പലത്തിൽ പോകണം എന്നാണ് പറഞ്ഞത്. പോയിട്ട് വരട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പോൾ തീരുമാനിക്കുക എന്നുള്ളതിൽ പിരിയാണ്. പിന്നെ ഇവിടെ നന്ദാവനത്തിൽ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് കാപ്പ് കുടിക്കുക. അപ്പോൾ കനകെല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോളെ കൊണ്ടുപോകണം, കൂടെ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇങ്ങനെ നയനമോള് ആദ്യമൊക്കെ കുറച്ച് ദേഷ്യമായിരുന്നു എനിക്ക്, പിന്നെ മോളുടെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മോളില്ലാണ്ട് പറ്റില്ല. പിന്നെ നവ്യമോളുടെയും നയനമോളുടെയും കൂടെ നന്ദും കൂടെ അങ്ങോട്ട് വരേണ്ടതായിരുന്നു അനിയുടെ ഭാര്യയായിട്ട്, പക്ഷെ അത് നടന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പിന്നെ ഇപ്പോൾ അനിയുടെ കാര്യം എന്ന് വെച്ചാൽ അനി അനാമിക ഏത് നേരം വഴക്കാണ്. അവർ തമ്മിലൊരു സ്നേഹവും അറിയോ. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നറിയാം. അപ്പോൾ മോളെ ഞങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ പറയും മോളെ ഞങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, ഇപ്പോൾ അനിയെ കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അന്നിപ്പോൾ നയനമോളത് വേണ്ടാന്ന് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നന്ദു ഇപ്പോൾ അവിടെ എത്തേണ്ട കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇയാൾ പറയുന്നുണ്ട്, ഗോവിന്ദൻ പറയുന്നുണ്ട് അത് വേണ്ട, കാരണം മൂന്നാമത്തെ ഒരാളും കൂടി അങ്ങോട്ട് വന്നാൽ അത് ശരിയാവില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറയും എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ ഒരു സദ്യ ഒരുക്കി തരേണ്ടതായിരുന്നു ഇതിന് എന്നിങ്ങനെ പറയുകയാണ് കനക. അപ്പോൾ അതിനെന്താ, സദ്യ ഒരുക്കിക്കോളൂ, ഞങ്ങൾ വന്ന് കഴിച്ചോളാം, ഞാൻ വന്ന് കഴിച്ചു, ഞാനും എൻ്റെ മോളും കൂടെ വന്ന് കഴിച്ചോളാം, എപ്പോഴാച്ചാലും വലിയൊരു സദ്യനെ ഒരുക്കിക്കോളും, ഞങ്ങളുണ്ടാവും വന്ന് കഴിച്ചോളാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ സന്തോഷമായി ഞങ്ങളുടെ, കാരണം അതൊന്നുമില്ലല്ലോ, ഭയങ്കര അങ്ങനെ പോക്കേയല്ല അവരെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ഇരുന്ന് മുഖം മറച്ച് വന്ന മരുമകൾ പറഞ്ഞിട്ടൊക്കെ കുറേ കുറ്റപ്പെടുത്തി പറയും. ഞാൻ എൻ്റെ മോളിലൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, മോളോട് അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴൊക്കെ മോളോട് വളരെ മോശമായിട്ടാണ് ഞാൻ പെരുമാറുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്കത് ഓർക്കുമ്പോൾ വിഷമമാവും, അതുകൊണ്ടാണ് പ്രായശ്ചിത്തക്കാവ് പോയിട്ട് ഞാൻ അങ്ങനെ പ്രായശ്ചിത്തം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മോളെ വിടില്ല. അവിടെ കുറച്ച് പേരുണ്ട് മോളെ ഇഷ്ടമില്ലാത്തവർ, അതൊന്നും ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നില്ല, അവർക്കൊക്കെ അവരുടെ ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിന് ജലജേനെക്കുറിച്ച് നവ്യ പറയുന്നുണ്ട്, ആ മയമയ്ക്കും മകനും ഒരു സ്നേഹവും അതിട്ട് മാറാനും പോകുന്നില്ല അവരുടെ സ്വഭാവം. അപ്പോൾ ഇങ്ങനെ കനക പറയുന്നുണ്ട്, നബി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാം, മോളെ എങ്ങനെയെങ്കിലുമൊക്കെ സ്നേഹമായിട്ട് അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കണേ എന്നൊക്കെ ഇങ്ങനെ നവ്യോട് പറയും. അപ്പോൾ നവ്യോട് പറയും മോള് ശ്രദ്ധിക്കണം, ദേവയാനിയെ പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം, അനന്തപുരിയിലെ ആദ്യത്തെ പേരക്കുഞ്ഞാണ്, അതുകൊണ്ട് എല്ലാവരും മോളെയും കുഞ്ഞിനെയും തലയിലേറ്റിട്ടാവും നടക്കുക, അതുകൊണ്ട് മോള് നന്നായി നോക്കണം, ശരീരം നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം കുറ്റപ്പെടുത്തിയിട്ടല്ലാണ്ട് അവർ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പോൾ നവ്യ ആമായി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും എന്തായാലും ഇതിപ്പോൾ ചെറിയ പരിപാടിയാണ്, കാപ്പ് കുടിക്കണം എല്ലാവരും കൂടെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അനന്തപുരിയിൽ അവർ കാത്തിരിക്കുകയാണ്. നയനെ ചെല്ലുന്നൊന്നും അവർ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നയനേനെയും കൂട്ടിയിട്ടാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ ദേവയാനി പോകാൻ നിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് നല്ല രസമുണ്ട്, ആരും മിസ്സാക്കേണ്ട കാണുക. അതുപോലെ കഥയാണ്, മുഴുവനൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, അവിടെയൊക്കെ കുറേ ഡയലോഗുകൾ കൂടുതലുണ്ടെന്ന്, അതുകൊണ്ട് എല്ലാ ഡയലോഗും നമുക്ക് കാണാണ്ട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ പത്രമാറ്റ് കഥ അതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ പ്ലീസ്, അപേക്ഷയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ല ആയുരാരോഗ്യ
സൗഖ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കട്ടെ. എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു.